ചെറിയ ചുരുക്കങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എന്തുണ്ട്, തങ്ങൾക്ക് നബുവത്തിൻ്റെ അലാമാത്ത്, റിസാലത്തിൻ്റെ അലാമാത്തെല്ലാം നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വിശകലനം കേട്ടു. ഇനി അനാവശ്യമായ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മത്ത് അവിടെ വന്നിട്ട് എന്താക്കും, അതിൽ നിന്ന് തങ്ങളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. അപ്പം രക്ഷപ്പെടുത്തിയതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എന്നല്ലാണ്ട് ചോര തന്നെ കൊതുകിൻ്റെ കൗതുകമായാൻ പറ്റൂല. മറ്റേക്ക് വസ്ത്രം പറഞ്ഞത് പൂർണ്ണമായി വസ്ത്രം അഴിച്ചിട്ട് അടിയുന്നല്ല, ഒരു പൂർണ്ണത തന്നെ അതാണ് മനസ്സിലാക്കാൻ പാടില്ല. വമിൻ ദാലിക മാ ജാഅ അൻ അലി റളിയല്ലാഹു അൻഹു. എടാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തൊട്ടിൽ വന്നതാ. ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, തങ്ങൾ പറയുന്നത് ഞാൻ കേട്ട്, മാ ഹമംതു ബി ഖബീഹിൻ മിമ്മാ ഹമ്മ ബിഹി അഹ്ലുൽ ജാഹിലിയ്യ. ജാഹിലിയ കാലത്തുള്ള ജനങ്ങൾ ലക്ഷ്യം വെക്കുന്ന എന്തെങ്കിലും ഒരു മോശമായ കാര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തൊന്നും എൻ്റെ മനസ്സിൽ കയറൂല. അങ്ങനെ അതിനെ ലക്ഷ്യം വെക്കലില്ല, അതിലേക്ക് കൽബ് ചായൂല. ഹത്താ അക്രമനില്ലാഹു തആല ബിൻ നുബുവ്വ. അള്ളാഹു താല എന്നെ നുബുവത്ത് കൊണ്ട് ആദരിച്ചതിന് ശേഷം പിന്നെ പറയാനില്ലല്ലോ. അപ്പം നുബുവത്തിൻ്റെ മുമ്പും പിമ്പും എല്ലാ കബാഹികളെ തൊട്ടും കാക്കപ്പെട്ടതാണ്. പക്ഷെ രണ്ട് സംഭവം പറയുന്നത് അത് നടപ്പിൽ വന്നില്ല. ഇല്ല മറത്തൈനി മിനദ്ദഹർ, എൻ്റെ ജീവിതകാലം മുഴുവനും നോക്കിയ രണ്ട് മറ. കിൽതാഹുമാ അസമനില്ലാഹു അസ്സ വജല്ല മിൻ ഫിഅലിഹിമാ. രണ്ടും അള്ളാഹു താല എന്നെ കാത്തിട്ടുണ്ട്, അതിലകപ്പെട്ടു പോയിട്ടില്ല എന്നാണ്. ഉൽറ്റു അതാ എന്നിട്ട് പറയുന്നതാ, ലിഫത്തൻ ഖുൽതു ലിഫത്തൻ കാന മഅി മിൻ ഖുറൈശ്. ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഫതയോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനോട്, അവിടെ ബിഅല മക്കത്ത ഫീ ഖനമിൽ അഹ്ലിഹി യർആഹ, ആട്ടിനെ മേയ്ക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞ്, അതാ വഫീ റിവായത്തി ഖുൽതു ലി ബഅദ് ഫിത്യാനി മക്ക വനഹ്നു ഫീ റിആയത്തി ഖനമി അഹ്ലിന. അത് ആദ്യത്തേൽ അദ്ദേഹം മാത്രമേ ആട്ടിനെ മേയ്ക്കുന്നുള്ളൂ പറഞ്ഞത്. ഇതെന്താക്കി, നമ്മളും ആട്ടിനെ മേയ്ക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. അത് വിശാലമായ ഒരു ബാബ് തന്നെ പറയുന്നു. അബ്സറലി ഖനമി ഹത്ത അസ്മറ ഹാദിഹിൽ ലൈലത ബിമക്ക. നമുക്കെന്താക്കാം, രാത്രി ഈ ആട്ടിനെ എത്തിയിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ പൊതുവെ ഗൈബത്തും നമീമത്തും പറയാനല്ല ഉദ്ദേശിക്കുന്നത്, സമർ എന്ന രാത്രി സംസാരിക്കാൻ. കമാ ഇസ്മുറുൽ ഫിത്യാൻ, അങ്ങനെ സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കാറുണ്ടല്ലോ. കാല നഅം, അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ. അതാ ഇനി അസ്മറ എന്ന് പറഞ്ഞില്ലേ, വാസുൽ സംറി അൽ ഹദീസു ലൈലൻ, രാത്രിയിലുള്ള സംസാരത്തിനാണ് സംറ് എന്ന് പറയുക. അതെ അതെ, ആയിഷ ബീവിൻ്റെ ഹദീസിൽ എന്താ കുറേ നല്ല ഭർത്താക്കന്മാരെയും ചീത്ത ഭർത്താക്കന്മാരെയും താരതമ്യം ചെയ്തിട്ട് ഒരു വ്യാഖ്യാനം ചെന്നു. അത് ഷമയിലൊരു ഉമ്മുസറൈ. അങ്ങനെ ഫഖറജ്തു, അങ്ങനെ അതിനൊരുങ്ങി. ഫലമ്മ ജയിത്തു അതിനാ താരമ്യം ദൂരി മക്ക, മക്കയുടെ വീടുകളുണ്ടല്ലോ, അടുക്കടുക്കുള്ള വീട്, അതിൻ്റെ അടുത്തെത്തിയപ്പോൾ സമയത്ത് ഹനാം വസവത്ത് ദുഫോഫിം മസാമിയത്, അവിടെ നിന്ന് ദപ്പ് മുട്ടുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ കുൾത്തു മാഹദ, ഇതെന്താന്ന് ഇവിടെ സംഭവം എന്ന് ചോദിച്ചു. അങ്ങോട്ടൊരു മംഗലാണ്. കാലു ഫുലാനും തസവ്വജ ഫുലാന, ഒരു ഫുലാനത്ത് ഇന്ന് മംഗലം കഴിക്കുന്നുണ്ട്, അതിൻ്റെ പരിപാടിയാണ്. ഫലഹൂത്ത് ബിദാലിക സൗത്തി, ആ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്താക്കി, ലേശം ഒരു അശ്രദ്ധനായിപ്പോയി. ചില കർണാനന്ദകരമായ പാട്ട് എന്തെങ്കിലും കേട്ടാൽ എന്താക്കും, പാമ്പറ്റുന്ന എന്തെല്ലാം പാടുന്നു, നമ്മൾ അതിലേക്ക് കൂടുതൽ മനസ്സ് കൊടുക്കാറില്ലല്ലോ. ഞാൻ എന്തെല്ലാം കേട്ടിട്ടില്ല, എന്തൊരു രക്ഷലാണ് മുട്ടും പാട്ടും. പക്ഷെ പാടിയിലൊന്നും തന്നെ ഒച്ച പോലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. ഒരു ലഹു വരൂ. ഹത്താ ഖലബത്തിനി അയിനായ, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി പനിയും വിട്ടു. അപ്പോൾ ആ പാട്ട് കേൾക്കാൻ എന്താ ഇടവെട്ടാത്ത രീതിയിൽ എന്താക്കി ഉറക്കിക്കളഞ്ഞു. ഫമ ആയിക്കളിനില്ല മസ്തു ശംസി, സൂര്യൻ വന്നിട്ട് എന്നെ വിളിച്ചണിപ്പിച്ചല്ലാതെ വെളുതിച്ചിട്ടാന്ന് അറിഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കട്ടെ,
മറ്റൊരിക്ക് പോക്കതാന്ന്. സോബിക്ക് കണ്ടു ഇറങ്ങിയില്ലല്ലേ? എന്താ മറുപടി? അന്ന് ഷറായി വന്നിട്ട് ഞങ്ങൾക്ക് 10-14 ചില്ലറ വയസ്സേ ഉള്ളൂ. അവിടെ എത്ര കൊല്ലം കഴിഞ്ഞാൽ നിസ്കാരം വരണേ? 13 കൊല്ലം കഴിഞ്ഞിട്ട് ഇസ്ലാം മേധാജിനല്ലേ ഉണ്ടായിന്. മറ്റൊരു കണ്ടു സഭയ്ക്ക് കണ്ടു. അങ്ങനെ സാഹിബി എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി. അപ്പം ഇന്നലെ മറ്റൊരാടെ കാത്തിക്കുന്നുണ്ടാവും. ഫക്കാല മാഫാൽത്ത, എന്താ വെച്ചിപ്പോയെന്ന് ചോദിച്ചു. ഇന്നലെ വന്നില്ലല്ലോ. ഫാഹബർത്തു സുമ ഫാൽത്തു ലൈലത്തുൽ ഉഖ്റ മിസൽ ദാലിക്, സംഗതിയെല്ലാം പറഞ്ഞു കൊടുത്തു. ആ ഒരു സംഭവം കഴിഞ്ഞ്. അപ്പം അള്ളാഹു കാത്തതാണ് നമ്മളെ ശ്രദ്ധ പതിയേണ്ടത്. ഫമിൻ ദാലിക മാ ജാഅ ഉമ്മി അയ്മൻ. ഉമ്മൈമൻ അറിയാം ആരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വഫാത്തായതിന് ശേഷം ഉമ്മാനെ സ്ഥാനത്ത് തങ്ങളെ പോറ്റി വളർത്തി ബർക്കത്തുൽ ഹബശിയ. കാലത്ത് കാനൂ ഫിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ കാലത്ത് യജ്അലൂന ലഹും ഈദൻ ഇന്ദ ബവാന. ബവാന എന്ന് പറഞ്ഞൊരു ബിംബ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താക്കും ഒരു ഉത്സവം നടത്താറുണ്ട്. ഇപ്പം പല ചുറ്റുഭാഗത്തെല്ലാം കളിയാട്ടങ്ങളും മറ്റേ ഭഗവതിയും ഭഗവാനും മറ്റേ ഹനുമാനെല്ലാം ഉണ്ടാവുമല്ല. ആ മുലാക്കന്മാർക്ക് വരണ്ട ഹനുമാൻ. വഹുവ സനമുൻ തഅബുദുഹു ഖുറൈശുൻ വതുഅല്ലിമുഹു വതുനസ്സിഖു. ഈ ഭവാന എന്ന് പറഞ്ഞത് ഖുറൈശികൾ ആരാധിച്ചു വരുന്ന ഒരു ബിംബമാണ്. അതിനാദരിക്കും. തുനസ്സിക്കും തദ്ബഹു ലഹു, അതിനു വേണ്ടി അറുത്തു കൊടുക്കും. പിന്നെ അവ തഹലിഫും ഇന്തഹു, അവിടെ പോയി സത്യം ചെയ്യലും മറ്റേ അത് ആക്കി പിടിക്കെല്ലാം അടയാം. വ തഹക്കിഫ് അലൈഹി യൗമൻ ഇലൽ ലൈലി ഫീ കുല്ലി സന, ഒരു കൊല്ലത്തിന് രാപ്പലി ഒരു ഡേ ടു ഡേ, ഒരു ദിവസം അവിടെ തന്നെ എല്ലാവരും കഴിഞ്ഞു കൂടണം. ഫക്കാന അബൂ താലിബ് യഹ്ലുറു മഅ ഖൗമി, അബൂ താലിബും അന്ന് ഇസ്ലാം ശറഈ വരുന്നതിന് മുമ്പ് ആ ഹുക്മ ഖബല ശറഈ ആദ്യം പഠിച്ചു വെക്കണം. അബൂ താലിബ് അവിടെ വരും. വയുകല്ലിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അൻ യഹ്ലുറ ദാലിക്കൽ ഈദ മഅഹു, തങ്ങളോട് പറയും മുഹമ്മദ് നീയും വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോകില്ല, ഞാൻ വരുന്നില്ല. ഖാലത്ത്, അപ്പോൾ ഉമ്മ ഇമം പറയുന്നത് ഹത്താ റഅയ്തു അബൂ താലിബിൻ ഗളിബ അലൈഹി അശദ്ദൽ ഗളബ്, എനിക്ക് വരാത്തതുകൊണ്ട് അബൂ താലിബിന് കഠിനമായ ദേഷ്യം പിടിച്ചു പോയി. ആ വാക്ക് സ്വീകരിക്കേ. വജഅൽന യഖുൽന, അപ്പം പെണ്ണുങ്ങന്മാരൊക്കെ പറയാൻ തുടങ്ങി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞ് വന്നുകൊണ്ട് ഈ ഇതിൻ്റെ പൊരുത്തക്കേട് വരും, പൊരുത്തക്കേട് കിട്ടിക്കളയൂ. ഇന്നാ നഖാഫു അലൈക മിമ്മാ തസ്ന മിൻ ഇജ്തിനാബി ആലിഹത്തിന, നമ്മുടെ ഇലാഹിനെ നിങ്ങളെന്താക്കി കൈവടിഞ്ഞ് ബഹിഷ്കരിച്ച കാരണത്താൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നടുവേദന കാലുവേദന മാറാത്തന്നെ കള്ളിപ്പം കിട്ടിനാ അല്ല, അത് പറഞ്ഞു ഇപ്പം പുതിയാണ്ട് കൊടുത്താണ്. അതിൻ്റെ അപ്പുറമുണ്ട് ഒരിങ്ങനെ നിൽക്കുന്നു, അതിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യില്ല. അസീദേ അതിനെ കുറച്ചപ്പുറം കണ്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ കണ്ടില്ല? അതിൻ്റെ പേരെന്നെ നാങ്ങുന്നല്ലേ ഒന്ന് വയ്ക്കുന്നത്. നിങ്ങൾ ഇത്ര ആലക്കത്തായിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്താ ഇഷ്ടം പോലെ ഇട്ടു. നിങ്ങൾ ഒരു മുട്ടയെങ്കിലും കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആ ഒരു മുട്ട ചെറുതാന്ന്. ഞാൻ പറഞ്ഞ നമുക്ക് മുട്ട മറ്റേ ബുൾസൈയാക്കുക നീ വലിയ ഇഷ്ടമാണ്. അതിനൊക്കെ ഒരു റൊട്ടി വാങ്ങിക്കോ. അപ്പോൾ പൊരുത്തക്കെട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് വമാ തുരീദു യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ദുറ ലിഖൗമിക ഈദൻ വലാ തുക്സിറുഹും ജംഅ, നമ്മൾ കൊണ്ടാടുന്ന ഈ ആഘോഷം ഉണ്ടല്ലോ അത് ഞാൻ പങ്കെടുക്കുന്നില്ല, അവിടെയുള്ള ആളെ കൂട്ടൊന്നുമില്ല. ഒരാളെങ്കിലും ഒരാളെന്താ എണ്ണം കുറഞ്ഞില്ലേ? ഫലം യസാലു ബിഹി, അങ്ങനെ എന്താക്കി തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഏതായാലും ഹത്താ ദഹബ മഅഹും, ഒന്ന് പോയി. സുമ്മ റജഅ ഫദിയൻ മർഊബൻ, തങ്ങളുടെ പേടിച്ച് മടങ്ങിയിരുന്നു. ഫഖുൽന മാ കാന അല്ലാഹു അസ്സ വജല്ല ലിയബ്തലിയക, ഫഖാല ഫഖുൽന മാ ദഹാക, എന്താ മോനെ പറ്റിയ
തങ്ങൾ പറഞ്ഞു പക്കാല ഇനി അക്ഷാഞ്ഞക്കൂ നബി ലമമുൻ അലമ്മത്ത് ശൈത്താൻ എൻ്റെ എന്താ ഉപദ്രവം തട്ടിക്കളയോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നിട്ട് മടങ്ങി. അവിടെ ശൈത്താന്മാരുണ്ടാവുമല്ലോ, അതിൻ്റെ എന്തെങ്കിലും ഉപദ്രവം എനിക്ക് പറ്റുമെന്ന് വെച്ചിട്ട് ഫഖുൽന മാ കാന അല്ലാഹു അസ്സ വജല്ല ലിയബ്തലിയക ബിശൈത്താൻ, ശൈത്താനെ കൊണ്ട് തങ്ങളെ ബുദ്ധിമുട്ടാക്കുമെന്ന് അല്ലാഹ് ആക്കൂല. എന്തുകൊണ്ടെന്നറിയോ? വഫീക മിൻ ഖിസാലിൽ ഖൈരി മാ ഫീക, ഖൈറായ ഒരുപാട് മഹത്വങ്ങളും സൽസ്വഭാവങ്ങളും നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടായിരിക്കും എന്താക്കൂല ശൈത്താൻ നിങ്ങളൊരു ഒറ്റ ബുദ്ധിമുട്ടാക്കാൻ അബോറ് സമ്മതിച്ചിട്ടുണ്ട്. മുസ്ലിമാന്ന് പറയുന്നവൻ പറയുന്നത് 100 കുറ്റം ചെയ്യലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആരാ നല്ല ഇത്തിക്കത്? അപ്പം ചോദിക്കുന്നു അമ്മല്ലതീ റായിത്ത, മോനെന്താ ഇവിടെ കണ്ടത്? ഖാല ഇന്നി കുല്ലമാ ദനൗതു മിൻ സനമിൻ മിൻഹാ, അവിടെ കുറേ സനമുണ്ട്. അതിൻ്റെ അടുക്കെത്തുമ്പോൾ ആ മിൻതൽ അസ്ലാമില്ലത്തി ഇന്ത ദാലിക സനമിൽ കബീർ, അവിടെ വലിയ പ്രസിഡന്റ് ഒരാളുണ്ട്, അതിൻ്റെ കൂടെ വേറെ കുട്ടിയുണ്ട്. അല്ലതീ ബവ്വാന, അതാണ് നേരത്തെ പറഞ്ഞ ബവ്വാന, അതിൻ്റെ അസിസ്റ്റന്റുമാരെല്ലാം പേരുണ്ട്. തമസ്തലി റജുലുൻ അബയ്യദു തവീലുൻ, വെളുത്ത് നീണ്ട ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു യസീഹു മിൻ വറായിക യാ മുഹമ്മദ്, മുഹമ്മദേ ബേക്കോട്ട് പോട്, ഇങ്ങോട്ട് അടുക്കണ്ട, എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. സ്പർശിക്കാൻ പാടില്ല, അടുക്കാൻ പാടില്ല. ഖാലത്ത് ഉമ്മു ഐമൻ പറയുകയാണ് ഫമാ ആദ ഇലാ ഐദിഹിം ഹത്താ തനബ്ബഅ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്നത് വരെയും പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പങ്കെടുക്കാറില്ല. പിന്നെ നബുവത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പറയാനല്ലല്ലോ. വലിയ നീണ്ട കിസ്സാണ്, ഇപ്പോൾ എത്തുമോ? വേഗം വിട്ടാലോ, ഇത് തുടങ്ങാൻ തന്നെ നമുക്ക് ടൈന്. ഇനി വമീൻ ദാലിക മാ റവത്തു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവമാണ്. قالت سمعت رسول الله صلى الله عليه وسلم يقول سمعت زيد بن عمرو بن نفيل يعيب كلما ذبح لغير الله تعالى. زيد بن عمرو بن نفيل وعليك السلام. അന്ന് കുടിച്ചിട്ട് പോയിക്കപ്പം വേറാരെന്ന് മനസ്സിലായില്ല? ഇല്ല. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സഈദ് കേട്ടണം, സഅദുൻ സഈദ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ കെട്ട പുതിയാപ്പള. ആദ്യത്തിൽ ഖാലയെ കൂട്ടി ഇസ്ലാമിലേക്ക് കയറി വന്ന കുറേ നേതാക്കന്മാരിൽപ്പെട്ടവരാണ് ആ സഈദ്. ആ സഈദിൻ്റെ ഉപ്പ വബി സഈദിൽ ഫാദിൽ ഇബ്നു സൈദി എന്നുള്ള നമ്മളെ പതിരെ തിരിയും. വബി സഈദിൽ ഫാദിൽ ഇബ്നു സൈദി, ആ സൈദാണ് സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. മൂപ്പറന്താക്കുന്നറിയോ? ഈ ശിർക്കിനൊന്നും അംഗീകരിക്കാത്ത ആളാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പും തന്നെ ശിർക്കിനെ അംഗീകരിക്കില്ല. യഈബു കുല്ലമാ ദുബിഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തതിന് വേണ്ടി അർത്ഥമെല്ലാം മൂപ്പർ കുറ്റപ്പെടുത്തുമ്പോൾ ശക്തിപരമാക്കുന്ന നല്ല ബോധിനെ തല്ലും കിട്ടും. അതാ സ്വഭാവം. ഫകാന യഖൂലു ലി ഖുറൈശിൻ, ഖുറൈശികളോട് പറയും അശ്ശാത്തു ഖലഖഹല്ലാഹ്, ആടിനെ അള്ളാഹു അടച്ചതാണ്. വാൻസലഹൽ മാ മിനസ്സമാ, വാനലോകത്തിൽ നിന്ന് അതിന് കുടിക്കാൻ വേണ്ടി വെള്ളം ഇറക്കിയതും ആരാണ്? അല്ലാഹു തആല. വഅംബതലഹ മിനൽ അർദിൽ കല, അതിന് ഭക്ഷിക്കാനുള്ള പുല്ലും മുളപ്പിച്ചതും അല്ലാഹു തആലയാണ്. ഈ അള്ളാനെ വിട്ടിട്ട് അള്ളാനൊക്കെ ശിർക്ക് വെച്ച സാധനത്തിന് ഇറക്കാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താക്കും? സുമ്മ തദ്ബഹുനഹ അലാ ഗൈരി ഇസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിലല്ലാതെ നിങ്ങൾ അതിനെ അറുത്ത് കൊല്ലുകയോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഖാലത്ത്, ആയിഷ ബി പറയുന്നു ഫമാ ദുഖ്തു ശൈഅൻ ദുബിഹ അലൻ നുസ്ബി, ഈ നിമ്മങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ഒന്നും ഞാൻ രുചി നോക്കിയിട്ട് പോലുമില്ല. അക്കാലത്ത് അറുക്കുന്ന വസ്തുക്കളൊന്നും ഉണ്ടാക്കില്ല, തിന്നൂല. ഇക്കാലത്ത് അതുപോലെ തന്നെ കളതല്ല, എല്ലാ മംഗളത്തിനും അടുത്തതും എല്ലാ ഹോട്ടലിലും ഉള്ളതും തിന്നാൻ പറ്റുന്നതാണ്. ഹത്താ അക്രമനില്ലാഹു തആല ബിരിസാലതിഹി, അതാ റിസാലത്ത് കൊണ്ട് അല്ലാഹു തആല ആദരിക്കുന്ന കാലം വരെയും. അപ്പോൾ കുട്ടിക്കാലത്തൊന്നുണ്ട് അറിവ് ശരിയില്ലെങ്കിൽ തിന്നൂല. ഇത് ശരിയായി മനസ്സിലായില്ല?
ഫകാന മാ സമിഅഹു മിൻ സൈദിൻ, സൈദിൻ്റെ മക്കൾ നിന്ന് കേട്ടില്ല. അത് ഒരു കാരണം കൂടിയായി. തങ്ങൾക്ക് റിസാലത്ത് കൊണ്ട് അള്ളാഹു താൻ ആദരിച്ചതിൻ്റെ പേരിലല്ല ഈ ശുബഹാത്തുള്ളത് തിന്നൂല എന്ന് പറഞ്ഞത്. മാത്രമല്ല അതിന് പിന്തുണയായിക്കൊണ്ടിട്ട് സൈദിൻ്റെ മക്കളിൽ നിന്ന് കേട്ടതായി. എന്താ? ലി തർക്കിഹി മാ റുബിഹലൻ അസ്നാമിനെ അറുത്തത് തിന്ന ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു കാരണം കൂടിയായിരുന്നു. അയ്യ മുഅക്കിദൻ ലിമാ ഇൻദഹു, തങ്ങളെടുക്കൽ അള്ളാഹു കൊടുത്ത ആ ഇസ്മത്തിൻ്റെ പതിവെ പിന്തുണക്കുന്നതായി മതി. അപ്പോൾ ഫലാ യുനാഫി അന്ന സബബൽ അസ്ലിയ ഹിഫ്ളുല്ലാഹി തആല ലഹു മിമ്മാ കാനത്ത് അലൈഹിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ആ അസാമാർഗികമായ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ തൊട്ട് അള്ളാഹിൻ്റെ ഇസ്മത്ത് അസ്ലിയായ കാരണമാണ്. ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിൻ്റെ സംസാരം അത് മറ്റൊരു കാരണമായി. ഇനി പറയാം, ഓ സയ്യിദ് ബിൻ അംർ ഹാദ, ഈ സയ്യിദിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. കാന ഖബല നുബുവത്തി ദമനൽ ഫത്രത്തി അല ദീനി ഇബ്രാഹിം അലൈഹിസ്സലാം, തങ്ങൾക്ക് വഹി കിട്ടുന്നതിന് മുമ്പ് പത്രത്തിൻ്റെ കാലമുണ്ടല്ലോ. ഇസ്മായിൽ അലൈഹിസ്സലാം മുതൽ തങ്ങൾ പാസാക്കുന്നത് വരുന്നില്ല പത്രത്തിൻ്റെ കാലമാണ്. ആ കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദീൻ അനുസരിച്ച് ജീവിച്ച ആളായിരുന്നു അവർ സയ്യിദിൻ്റെ ഉപ്പ. അപ്പോൾ ഫൈന്നഹു ലം യദ്ഖുൽ ഫീ യഹൂദിയ്യത്തിൻ വലാ നസ്റാനിയ്യ, യഹൂദി നസ്റാനി അവിടെ മക്കയിലില്ല, പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഷാമിന് മറ്റൊക്കെ പോയ ആരുണ്ടാവും? യൂത നസാറാക്കുന്ന കിതാബിന് അതിലൊന്നും മുപ്പത് കൂടിയിട്ടില്ല, അവരെയും പിടിക്കൂല. വഅതസലൽ ഔസാന വദ്ദബാഇഹ അല്ലത്തി തുദ്ബഹു ലിൽ ഔസാൻ, ഈ ബിംബങ്ങൾക്ക് പേരിൽ അറക്കപ്പെടുന്ന എല്ലാത്തിനും മുമ്പ് വർജിക്കും. വനഹ അനിൽ വഗ്ദി, ജീവനോടുകൂടി പെൺകുട്ടികളെ കുഴിച്ചു മൂടലുണ്ടല്ലോ, അതിനെ മൂപ്പർ കർശനമായി എതിർത്തു. എന്നിട്ടോ വക്കാന ജുഹയ്യഹ, മൂപ്പർ അതിനെ ഹയാത്താക്കും എന്ന് പറഞ്ഞാൽ നീ കുഴിച്ചിടുന്ന കളയണ്ട, കുഞ്ഞിനെ എനിക്ക് തന്നേന്നിട്ട് എന്താക്കും, അവരുടെ ദത്തെടുത്തിട്ട് മൂപ്പർ പോറ്റല. ഇത് ഹയാത്താക്കൽ എന്ന് പറഞ്ഞതിൻ്റെ വേന, അല്ലാണ്ട് ഹയാത്ത് കൊടുക്കാൻ എനിക്ക് കഴിയുമോ? അതതിനർത്ഥം ഇത് അറാദ അഹദും ദാലിക്ക, കുഴിച്ചു മൂടാൻ വേണ്ടി ഉദ്ദേശിക്കാൻ എന്താ പറയും? അഹദൽ മൗഊദത മിൻ അബീഹ, ഉപ്പാൻ്റെ വക്കെന്ന് പറയും ആ മോളെങ്കിൽ തന്നെ ഞാൻ പോറ്റിക്കൊള്ളാം. എന്നിട്ടോ വക്കഫലഹ വക്കാന ഇദാ ദഖലൽ കഅബത, അങ്ങനെ മൂപ്പർ കഅബയിലേക്ക് കയറിയാൽ യഖൂലു ലബ്ബൈക ഹഖൻ തഅബ്ബുദൻ വരിഖാ, ഈ ലബ്ബൈക അല്ലാഹുവിനോടേ പറയുള്ളൂ. ഓദുതു ബിമാ ആദ ബിഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആരെ കൊണ്ടെല്ലാം കാബലിനെ തേടിയിട്ടുണ്ടോ അവരെ കൊണ്ട് ഞാനും കാബലിനെ തേടുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്താന്ന് അർത്ഥം. വയസ്ജുദു മുസ്തഖ്ബിലൻ ലിൽ കഅബ, കഅബക്ക് മുന്നിട്ട് കൊണ്ട് അവിടെ സുജൂദും ചെയ്യും. ഇതൊന്നും ആർക്ക് പറ്റൂല? നാട്ടുകാർക്ക് പറ്റൂലല്ലോ. ഖാല വലദഹു സഈദ് പറയുന്നു, മകൻ ആര്? അശറത്തുൽ മുബശ്ശറിൽപ്പെട്ട ലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യൗമൻ യാ റസൂലുള്ളാഹി ഇന്ന സൈദൻ കാന കമാ റഅയ്ത, സൈദിൻ്റെ പ്രവർത്തനം തങ്ങൾ കണ്ടല്ലോ. അങ്ങനെ പോയപ്പോൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ എന്താണ് വരാൻ പോകുന്ന നബിനെ കൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് അവർ മുസ്ലിം ആകുന്ന ചോദ്യം തങ്ങൾ അംഗീകരിച്ചു. ഇത് മുൻകാലത്ത് പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ നബിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇപ്പം വിശ്വസിക്കുന്നില്ലേ? ഫത്രത്ത് അത് എത്രയോ ആയിരങ്ങളുണ്ടല്ല. ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ കാലം മുതൽ ആലാഫ് സന എന്ന് പറയുന്നത് എത്രയോ കാലമുണ്ട്. അതായത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഇടയിൽ 600 ചില്ലാനം കൊല്ലേ ഉള്ളൂ. പക്ഷേ ഈസാ നബി പുറത്താണുള്ളത്. അതെ അതെ, മക്കയിലുള്ളത്. അത് ഹംസിൻ്റെ സറൈന മോദീനത് അതിന് വ്യാഖ്യാനത്തിൽ ഫത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് പറഞ്ഞു? ഒരു നബിയുടെയും മറ്റേ നബിയുടെയും ഇടയിലുള്ള ഇടവേളക്ക് ഫത്രത്ത് എന്ന് പറഞ്ഞു. അത് വ്യത്യസ്തങ്ങളായതാണ്. ചിലപ്പം അടുത്ത് തന്നെ ഉണ്ടാവും. ഫത്ര എന്ന് പറഞ്ഞില്ല, ഒരാൾക്ക് പിന്നാലെ കൂടെ അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ കുറേ എത്രയുണ്ട്? 600 കൊല്ലമുണ്ട്. 571 അവിടെ 40 ജനിക്കാനും റിസാലത്ത് കിട്ടാൻ എത്രയുണ്ട്? ഇബ്രാഹിം ഇസ്ലാം ആയത്തല്ലേ ഓതിയ അതുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ശേഷം വേറെ നബി വന്നിട്ടില്ല.
2000 ചില്ലാനും കൊല്ലുണ്ട്. ഏത് അതാ എനിക്കുണ്ട് 2000 ചില്ലാനുണ്ടാവും. 4000 ഉണ്ടാവില്ലല്ലോ. അത് കറക്റ്റ് കൊണ്ടില്ലെങ്കിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതലുള്ള ഫത്രത്ത് ഇപ്പം നബി തങ്ങൾ ജനിക്കുന്നത് വരെയുള്ള ഫത്രത്ത് കൂട്ടിയാൽ 2800 ചില്ലാനാന്ന് കിതാബിൽ പറയുന്നു. വളരെ കറക്റ്റല്ലെങ്കിലും അവരുടെ ദേവത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. ആയിക്കോട്ടെ, എന്നാലും റസൂലിൻ്റെ ആളെ അവിടെ ഹയാത്തിലില്ലല്ലോ. അവരൊട്ടാകെ തേഞ്ഞു മാഞ്ഞു പോയിട്ട് കുഫിലത്ത് വരണം എന്ന നിബന്ധനയില്ല. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പന്മാരിൽ ചില നബിമാരുണ്ടായിരുന്നു എന്ന് ഹലബി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുഅ്തമദായ കൗലല്ല. തങ്ങൾ ഉപ്പാപ്പന്മാരിൽ നമ്മൾ 22 ഉണ്ടെന്നില്ലേ, അക്കൂട്ടത്തിൽ നബിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മുഅ്തമദായ കൗലല്ല എന്ന് പറഞ്ഞു. പോട്ടെ, ബലഗക അത് ഫസ്തഗ്ഫിർ ലഹു, ഞാൻ അവർക്ക് ഉപ്പാക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂടോ എന്ന് ചോദിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം വസ്തഗ്ഫിർ ലഹു, തങ്ങളും ഇസ്തിഗ്ഫാർ ചൊല്ലി അവർക്ക്. വഖാല ഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹ്ദഹു, ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഉമ്മത്തായിക്കൊണ്ട് അല്ലാഹു തആല യാത്രയാക്കുക. അതിനെപ്പറ്റി അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാനെ പറ്റി പറഞ്ഞ പോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞില്ല, കാന ഉമ്മത്തൻ. അപ്പോൾ ഒറ്റയാളാണെങ്കിലും ഒരു ഉമ്മത്താണ്. യഖൂമു മഖാമ ജമാഅത്തിൻ, അതിന് ഇടക്കിടയ്ക്ക് ശറഹ് എഴുതും. വസൈദ് ബിൻ അംർ ബിൻ നുഫൈലി, അവരെ പറ്റി ഒന്നും കൂടെ പരിചയപ്പെടുത്തുന്ന റാബിഉ അർബഅത്തിൻ തറക്കുൽ ഔസാന വൽ മൈതത വമാ യുദ്ബഹു ഇലിൽ ഔസാൻ, ബിംബങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അതുപോലെ ചത്തത് ഇതിനെല്ലാം വർജിക്കുന്ന 4 നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് അത് സെയ്ദ്. ഹത്താ അന്ന ഖുറൈശൻ കാനൂ യൗമൻ ഫീ ഈദിൽ ലിസനമി മിൻ അസ്നാമിഹിം, ഖുറൈശികൾ അവരുടെ ഒരു സനമിന് വേണ്ടി അറുക്കുന്നു. യൻഹറൂന ഇൻദഹു, ഇമ്മത്തിനടുക്കൽ വെച്ച്. വയഅകുഫൂന അലൈഹി, അവിടെ എന്താക്കും രാപ്പകലിങ്ങനെ കഴിച്ചുകൂട്ടും. വയതൂഫൂന ബിഹി ഫി ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം അവിടെ ഇങ്ങനെ തവാഫും ചെയ്യും. ഫഖാല ബഅദു ഹൗലാഇൽ അർബഅത്തി, അപ്പോൾ ഈ 4ൽപ്പെട്ട ഒരാൾ പറഞ്ഞു ലിമാദി തഅലമൂന വല്ലാഹി മാ ഖൗമുക്കും അലാ ഷൈഇൻ, നമ്മളെ കൗമ് ഒരു കാര്യത്തിൻ്റെ മേലും ആയിട്ടില്ല, അവരുടെ ജീവിതം പാഴാക്കുകയാണ് എല്ലാം. അതാ ലഖദ് അഖ്തഉ ദീന അബീഹിം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീൻ അവർ കൈവടിഞ്ഞിരിക്കുന്നു, അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഫമാ ഹജറുൻ യതൂഫ ബിഹി ലാ യസ്മഉ വലാ യുബ്സിറു വലാ യളുറു വലാ യൻഫഉ, ഉപകാരമോ ഉപദ്രവമോ കേൾവിയോ കാഴ്ചയില്ലാത്ത ഒരു കല്ലിന് എന്തിന് തവാഫ് ചെയ്യണം? അല്ല, പിന്നെ വെറുതാക്കി സുമ്മ തഫറഖു ഫിൽ ബിലാദ്, പല നാടുകളിലും അവർ പോയി. യൽതമിസൂനൽ ഹനീഫിയ്യത ദീന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീൻ എവിടെ നിന്നാണ് എൻ്റെ ഒറിജിനൽ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് പല നാട്ടിലേക്കും സഞ്ചരിച്ചു. വഹാഉലായിൽ അർബഅത്ത് ആരാന്നറിയോ? ഹും സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഒന്ന് നമ്മുടെ ചരിത്ര പുരുഷൻ. 2 വറഖത്ത് ബിൻ നൗഫൽ, ഖദീജ ബീബി കൂട്ടിക്കൊണ്ട് പോയില്ലേ അവർ, ഇളയപ്പൻ മൂത്തപ്പൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോന് വന്നു വറഖത്ത്. പിന്നെ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്, അതാരാന്നറിയോ? ഇബ്നു അമ്മത്തിഹി ഉമൈമ, നബിയുടെ ഉപ്പാൻ്റെ പെങ്ങോ, അതല്ല അമ്മത്ത് ഉമൈമ ബീബി, അവരെ മോനാനാര് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. പിന്നെ ഉസ്മാൻ ബിൻ ഹുവൈരിസ്, മംഗോസിൽ പേര് കാണാം, ഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഖദ അക്സറത്തന കുസൈന ഹാദാ ലിയംദി എന്ന് പറഞ്ഞില്ലേ, 4 ആളായാ. അത് പറയാം, അത് ഉഹദില് അൻഹുവിന്റെ കാരണത്തോടൊപ്പം കിടക്കിയല്ലേ. ഇവർ പിന്നെ ഇസ്ലാമിൽ ആയിട്ടില്ല. അമ്മാ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ഓർണ്ടല്ലോ, ബഹു ഇബ്നു അഖിൽ ഖത്താബ്, ഖത്താബിൻ്റെ അനുജൻ്റെ മോനാണ്. ആരാ ഖത്താബ്? ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇവർ തമ്മിൽ ബന്ധമുണ്ടായി, ഇളയപ്പാൻ്റെ മോൻ. വാലിദ് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലം യുദ്രിക്കുൽ ബിഇസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി രംഗത്ത് വന്നപ്പോൾ
തങ്ങളെ കണ്ടിട്ടില്ല. അതിന് മുമ്പേ ഒപ്പത്തായി പോയി. എന്താണ് കുത്തിക്കൊന്നതാണ്. വക്കത വറക്കത്തുബിനും നൗഫലും എന്തായി? തങ്ങളെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ കണ്ട് എപ്പോണ്ട് വഹയ്യ് വന്നിട്ട് ഇതെന്താണ് സത്യാവസ്ഥ ചോദിക്കാൻ വേണ്ടിയിട്ട് ആര് കൂട്ടിക്കൊണ്ട് പോയി? ഖദീജ ബീവി കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഒന്നും പേടിക്കണ്ട, ഇത് മൂസ അലൈഹിസ്സലാമിനും നൂഹ് അലൈഹിസ്സലാമിനൊക്കെ വന്ന ജിബ്രീൽ തന്നെയാണ് എന്ന് തീരുമാനം പറഞ്ഞു കൊടുത്തില്ലേ? എന്നിട്ടോ പിന്നെ തട്ടം തുറന്നിളക്കിയാലും മുടി പുറത്തായാൽ ജിബ്രീലാണെങ്കിൽ മടങ്ങിപ്പോകുന്നു ലക്ഷണം പറഞ്ഞു കൊടുത്തില്ലേ? അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ വഹി വന്നതിന് ശേഷം കണ്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് കൂട്ടൂല, രംഗത്ത് വന്ന റിസാലത്ത് പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ കൂട്ടുന്നുള്ളൂ എന്നാണ് ചോദിച്ചത്. അതന്നെ അല്ല സഹീനാണ് അവിടെ ഖിലാഫ് വരാൻ കാരണം. അമ്മ ഉസ്മാൻ ബിൻ ഹുബൈരിസോ ഫലം യുദരിക്കൽ ബീസത്തായില്ല, മൂർപ്പുക്കും നബി തങ്ങളുടെ ബീസത്ത് കിട്ടിയിട്ടില്ല. ഖാദിമ അല കൈസർ മലിക്കുർ റോമി അല്ല അതെ ഉസ്മാൻ ബിൻ ഹുബൈരിസ് കൈസറിൻ്റെ അടുക്കിലേക്ക് പോയി. എല്ലാം മറ്റും ബേസത്ത് കണ്ടിട്ടില്ല. അതെ അതെ ഖാദിമ അല കൈസർ മലിക്കുർ റോം, റോമിലെ ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോയിട്ട് തനസ്സറ ഇൻദഹു, അവിടെ പോയിട്ട് നസ്രാണി മതം സ്വീകരിച്ചു. ആര്? ഉസ്മാൻ ബിൻ ഹുബൈരിസ്. വഅമ്മ ഉബൈദുല്ലാഹി ബിൻ ഹൈഷോഫ് അദ്റകൽ ബൈസത വഅസ്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി ഇസ്ലാമായിട്ടുണ്ട്. വഹാജറ ഇലൽ ഹബശയിലേക്ക് ഹിജ്റയും പോയി. മുഹമ്മദ് ഹാജറ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഹിജ്റയും പോയി. സുമ്മ തനസ്സറ ഹുനാക, അവിടെ വെച്ച് എന്താക്കിയെന്നറിയോ? മൂപ്പർ നസ്രാണിയായി മാറിക്കളഞ്ഞു. ഇന്ന് മറ്റോർ പ്രലോഭനല്ലാക്കിയിട്ട് മൂപ്പറ വശീകരിച്ചതാണ്. അതുകൊണ്ടേ പക്ഷേ സ്ഥാനമാനങ്ങൾ എന്നിട്ടോ അവമാതാല നസ്രാനീയത്തിലായിക്കൊണ്ടാണ് മൂപ്പര് വെച്ചത്. അപ്പോൾ അവരുടെ ഭാര്യ ഒറ്റപ്പെട്ടപ്പോഴാണ് എന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കണം നജാശി നിക്കാഹ് ചെയ്ത് കൊടുത്തത്. അതെ വഹുവല്ലദീ കാന മുതസബ്ബിജൻ ബി ഉമ്മി ഹബീബ ബിൻതി അബീ സുഫിയാനിൻ്റെ മോളാണ് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബാനെ ആദ്യം കെട്ടിയ ആളാണ് ആര്? ഇദ്ദേഹം ഉബൈദുല്ലാഹിന്റെ യേശു ഖബല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. വക്കാന അപ്പം അതിരുന്നല്ലോ. വക്കാന സൈദ് ബിൻ, അത് എവിടെ ഉണ്ട്? ഉമ്മു ഹബീബ ബീബിൻ്റെ ചരിത്രം പറയുമ്പോൾ വിശാലമായി നമ്മൾ സുബറുമിൻ ആയാത്തി സഹാബയിൽ ഓതി എന്തല്ലോ ഓതിക്കഴിഞ്ഞിപ്പോൾ. വക്കാന സൈദ് ബിൻ അംർ ബിൻ നുഫൈൽ യഖൂലു ലി ഖുറൈശിൻ, മൂപ്പറാണല്ലോ ചരിത്ര പുരുഷൻ. വല്ലദീ നഫ്സു സൈദ് ബിൻ അംർ ബിൻ ബിയദിഹി മാ അസ്ബഹ മിൻകും അഹദുൻ അലാ ദീനി ഇബ്രാഹിം, എൻ്റെ റൂഹ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ആരും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദീനിലില്ല. കണ്ടാ ഹൈരി ഞാൻ മാത്രമുണ്ട്. ഹത്ത എന്നെ അമ്മഹുൽ ഖത്താബ് അപ്പം എന്താക്കിയെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പുണ്ടല്ല, ഒരു ഇളയപ്പല്ലേ, ഇളയപ്പ മൂപ്പർ തല്ലാൻ വേണ്ടി ആളേൽപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞില്ലേ മക്കയിൽ എപ്പം കയറുന്ന അന്നേരം തച്ച് വായിച്ചോളുന്ന ആഖറജഹു മിൻ മക്ക വസ്കനഹു ബി ഹിറ, അങ്ങനെ ഹിറയിൽ പോയി താമസാക്കി. ഹിറ നമുക്കറിയാല. വവക്കല ബിഹി മൻ യംനഉഹു മിൻ ദുഖൂലി മക്ക, മക്കയിലേക്ക് പ്രവേശിക്കലിനെ തടയുന്ന ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്തു. കറാഹത്ത നഫ്സിദ അലൈഹിം ദീനഹും, മൂപ്പർ വേല കൊണ്ടെന്താക്കും? ആളെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ട്. സുമ്മ ഖറജ യത്ലബുൽ ഹനീഫിയ്യത ദീന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒറിജിനൽ ദീനുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മൂപ്പർ പുറത്തു പോയി. വസ്അലുൽ അഹ്ബാറ വറുഹ്ബാൻ, പണ്ഡിതന്മാരോടും. അതുപോലെ അഹ്ബാറാരെന്ന് ജൂത പണ്ഡിതന്മാരാണ്, റുഹ്ബാൻ ആരാണ്? ക്രിസ്തീയ പണ്ഡിതന്മാരാണ്. അവരോട് ചോദിക്കും എന്താലിക്കാം, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഹത്ത വസലൽ മൗസിൽ, മൗസിലേക്ക് എത്തി. സുമ്മ അക്ബല ഇല ഷാമിലേക്ക് പോയി. പിന്നെ അപ്പോൾ ആരാമാതിരിയായിന്നറിയോ? സൽമാൻ അൽ ഫാരിസി തങ്ങളെ പോലെ. ഫജാ ഇല റാഹിബിൻ ബിഹി, ഷാമിലുള്ള ഒരു റാഹിബിൻ്റെ അടുക്കലേക്ക് പോയിട്ട് കനിന്താഹിലെ ഇൽമുൻ നസ്രാനിയ, നസ്രാനിയായ ഒരു ഇൽമ് നല്ല പോലെയുള്ള ഒരാളായിരുന്നു ആര്? ഈ റാഹിബ്. ഫസഅലഹു അൻ ദാലിക്, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഫഖാല ഇന്നക ലതത്ലുബു ദീനൻ മാ അൻത ബിവാജിദിൻ മൻ യഹ്മിലുക അലൈഹിൽ യൗം, ഇന്ന് നീ തേടി നടക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഒറിജിനൽ മില്ലത്തല്ലേ, അതിലേക്ക് നിന്നെ എത്തിക്കുന്ന ആരും ഉണ്ടാവില്ല. കുറച്ച് കാത്തിലേക്ക് ആൾ വരും.
ആര് സയ്യിദുനാ വ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിൻ ഖദ് അളല്ലക സമാനു നബിയ്യിൻ യഖ്റുജു മിൻ ബിലാദിക. നിന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു നബി വരാനുണ്ട്. അല്ലത്തി ഖറജത മിൻഹ, അവിടുന്നാണ് നീ വന്നത്, നാട്ടിലേക്ക് തന്നെ പോയിക്കോ. യുബഅതു ബിദീനി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീനുമായിട്ടാണ് അവർ അയക്കുക. അതോട് ഫൽഹഖ ബിഹി ഫഇന്നഹു മബ്ഊസുൻ ലനാ ഹാദാ സമാൻ, കാലം എടുത്തിട്ടുണ്ട്, വളരെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫഖറജ സരീഅ യുരീദു മക്ക, പിന്നെ മക്കയിലേക്ക് മടങ്ങി. ഹത്താ യതവസത ബിലാദ ലഖം, ലഖം എന്ന് പറഞ്ഞ ഒരു കബീലക്കാരുടെ പേരാണ്. എന്തെങ്കിലും പിടിച്ചിട്ട് പോയി. അദൗ അലൈഹി, അവർ ആക്രമിച്ചിട്ട് വഖതലൂഹു, അവർ കൊന്നു. എല്ലാവരും പോന്നു തുടങ്ങിയല്ല. അപ്പോൾ ഇന്ന് തുടങ്ങിയ ടൈമിലേക്ക് എത്തിച്ചതാണ്, തീർന്ന്. വദുഫിന ബി അസ്രി ജബലി ഹിറാ, ഹിറാ മലയുടെ താഴ്വരയിലാണ് മൂപ്പറ കബറുള്ളത്. യുർവ അന്നഹു കാല, എന്നിട്ട് ഒരു റിവായത്തുണ്ട്, മൂപ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാൻ വേണ്ടിയിട്ട് എന്താക്കി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദലാലുൽ നുബുവത്തിലൊക്കെ സംഭവമുണ്ട്. ആരോട്? ആമിർ ഇബ്നു റബീഅ എന്ന് പറഞ്ഞാളോട് പറഞ്ഞ്, അന അൻതളിറു നബിയ്യം മിൻ ബുൽദി ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താനത്തിൽ നിന്ന് വരുന്ന ഒരു നബി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ വലാ അറാനി ഉദിരിക്കുഹു, ഞാൻ അവരെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വാന അദീനുബി, ആ നബി കൊണ്ടുവരുന്ന ദീനുമായിട്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. വ ഉസദ്ദിഖുഹു, അവർ ഞാൻ സത്യമാക്കുന്നു. വഅശ്ഹദു അന്നഹു നബിയ്യുൻ, കണ്ടാ, അവർ നബിയാണെന്ന് ഞാൻ ഇപ്പോൾ ഷഹാദത്തിൽ മേലുന്നു. വഇൻ താലത്ത് ബിക ഹയാത്തുൻ, നിനക്ക് ദീർഘായുസ് കിട്ടിയെങ്കിൽ ഫറഅയ്തഹു, തങ്ങളെ കാണുകയും ചെയ്താൽ ഫസല്ലിം മിന്നി അലൈഹി, എൻ്റെ സലാം അവിടേക്ക് എത്തിക്കണം. ആമിർ ഇബ്നു റബീഅത്തിനോട് അധികാരപ്പെടുത്തി. ഖാല, ആമിർ പറയുന്നു, ഫലമ്മ അസ്ലംതു ബല്ലഗ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുസ്ലിമായി. എന്നിട്ടോ സയ്യിദ് പറഞ്ഞ സലാം ഞാൻ അവിടത്തേക്ക് എത്തിച്ചു. ഫറദ്ദ അലൈഹി സലാം വതറഹമ അലൈഹി, തങ്ങൾ സലാം അടക്കുകയും റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അല്ല, وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم دخلت الجنة فوجدت لزيد بن عمرو دوحتين أي شجرتين عظيمتين. ഞാൻ സ്വർഗത്തിൽ കയറിയെന്ന് വെച്ചാൽ മേറാജിൻ്റെ രാത്രി അവിടെ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിന് അല്ലാഹു തആല 2 മരം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായി? സ്വർഗാവകാശിയാണ് എന്ന് വന്നു. അതടുത്തുനിന്ന് ومن ذلك ما روي أن علي رضي الله عنه قيل للنبي صلى الله عليه وسلم هل عبدت وثنا قط, ഏതെങ്കിലും ബിംബത്തിനെ തങ്ങൾ ആദരിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കാലല, ഇല്ല. ഹൽ ശരിബ്ത ഹംറൻ, കള്ളു കുടിച്ചിട്ടുണ്ടോ? കാലല. വമാ സിൽതു അരിഫു അന്നല്ലദീ ഹും അലൈഹി കുഫ്റുൻ, ഇവർ ചെയ്യുന്നതൊക്കെ കുഫറാണ് എന്നെനിക്കും ശരിക്കും ബോധ്യപ്പെട്ടതാണ്, അതുകൊണ്ട് ചെയ്യാറില്ല. വമാ കുന്തു അദ്രി മൽ കിതാബു വൽ ഈമാൻ, ഖുർആൻ എന്താണ് ഈമാൻ എന്താണെന്ന് അന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അല്ലാഹു തആല എന്താക്കി? കാലയെ കൂട്ടി കാത്തതാണ്. കൈഫത്തെ ദൈവത്തിന് വാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നശഅതു ബുഗിൽതു ഇലയ്യൽ അസ്നാമു ബിഗ്ള ഇലയ്യ ശഅർ, ഞാൻ വളർന്ന കാലം മുതൽ തന്നെ അസ്നാമിന് എനിക്ക് കഠിനമായ വെറുപ്പാണ്. അതുപോലെ പാട്ടും ഒമാലംനാഹു ഷിഅറാന്ന് പറഞ്ഞില്ലേ, ഏത് പാട്ട്? ജാഹിലിയ്യ കാലത്തുള്ള പാട്ട്, എന്നിട്ട് ബുർദപോലത്തെ പാട്ടൊന്നല്ല, അത് ഖസീദയല്ലേ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അബ്ദുസമദാജിൻ്റെ വാക്കിയിലാണ് ഉമ്മാക്ക് ദ്വാരക്കാൻ ദ്വാരക്കണം. അത്തരം നമ്മുടെ കാരണോളം വെച്ചിട്ടുണ്ട്, കൊടുക്കും, എല്ലാം കൂടെ ഒന്നിച്ചാണ്. إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم إلى حضرات جميع من نبيناهم رضي الله عنهم ونفعنا بهم. آمين. الفاتحة.